വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൈറ്റി. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ കിങ്സ് അസംബ്ലിയുടെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. സോ ഇന്ന് നമ്മൾ കിങ്സ് അസംബ്ലിയിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പൂളൊക്കെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഐസിങ് സ്ഥലം, നൈസായിട്ടുള്ള സ്ഥലമാണ്. ഇതൊക്കെ നൈസായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമ്മളിവിടെ ഇപ്പം നമ്മുടെ അനിയത്തി ജോയിൻ ചെയ്തിട്ടുണ്ട്. ബസ് അവൾ വേറെ ഒരിടത്തോട്ട് പോവുകയാണ്. അവൾ ഏതിൻ്റെ ഗീവനാന്ന് പോലും ആലോചിച്ചിട്ടില്ല. നൈസായിട്ടുള്ള പ്ലേസാണത്. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം നമ്മൾ ഇവിടെ ആയിട്ട് നമ്മളൊരു ചെറിയ ബേസ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇച്ചിരി കൂടി നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഇതിപ്പോൾ എനിക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിനാക്കിയിട്ട് ബേസൊക്കെ ഞാൻ താഴെ പണിയാം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു നമുക്കൊരു ഫുൾ സ്റ്റോറേജ്, അതായത് ഫുൾ ചെസ്റ്റൊക്കെ വെച്ച് ഒരു സ്റ്റോറേജ് റൂം ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ അപ്പം ഞാൻ ഇന്നലെ പോയിട്ട് നല്ല രീതിയിൽ മരമൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. 29 ഇതിനകത്ത് കാണുന്നില്ല കേട്ടു. കണ്ട് 64 അത്യാവശ്യം മരങ്ങളൊക്കെ വില്ലേജ്, അടുത്തൊരു വില്ലേജൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. വില്ലേജ് അല്ല, റെഡി ഇട്ടിട്ടുണ്ട് ഗൈസ്. എദ്ദിയൊക്കെ ഉണ്ട് നമ്മളെ നൈസായിട്ട്. സോ ഗൈസ് ആ മിന്നൊന്ന് എഴുതിയേക്കുന്ന എൻ്റെ അനിയത്തിന് ഗൈസ്. അപ്പം ഗൈസ് ഇതുപോലെ ഇവിടെയൊക്കെ ഉണ്ട്. സോ ഇതിനകത്ത് നമുക്കൊരു വീട് പണിയാൻ പറ്റുമായിരുന്നു. ബട്ട് ഒരു ഇഗ്ലു പോലെയാണ് ഗൈസ് ഇതിരിക്കുന്നത്. നൈസായിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ. അടുത്തല്ല ഉണ്ടോ ഇനി? നൈസായിട്ടുള്ള സ്പോട്ടാണ് ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ഇതിനടിയിലൊക്കെ ചിലപ്പം ഗ്ലോസ്റ്റോണൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്, കാണുമായിരിക്കും ഗൈസ്. സോ ഞാൻ ഇവിടോട്ട് വന്ന ടൈമിൽ ഇവിടെ നമുക്ക് വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. കണ്ട ഗൈസ്, വെള്ളം കിട്ടി. പിന്നെ വേണ്ട റയറസ്റ്റ് ഓഫ് വൈറ്റ് ഫോക്സ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് കൊല്ലാതെ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ കൊല്ലണ്ടെന്ന് വെച്ചു ഗൈസ്. ഇവനിവിടെ ഇരുന്നോട്ടെ, നല്ല റയറായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഞാൻ ഇവിടെ സ്റ്റെപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട്, പിന്നെ നല്ല രീതിയിൽ സ്റ്റോണൊക്കെ നമുക്ക് ഇവിടെ ഇത് ഞാൻ സ്റ്റെപ്പ് പോലെ സെറ്റ് ചെയ്തതാണ് ഗൈസ്. നമുക്ക് മണ്ടയ്ക്ക് കയറാം. വുഡ് സോഴ്സിന് നമ്മളെപ്പോഴും ഇവിടെ ആയിരിക്കും ഗൈസ് പോകുന്നത്. ഇവിടെ നല്ല വുഡ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല നൈസായിട്ട് വുഡൊക്കെ നമുക്കിത് പറക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ടൊരു വലിയൊരു താഴ്ചയൊരു കൊക്ക പോലെ ഉണ്ട്, നൈസായിട്ടുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. സോ അവിടെ നമുക്ക് ഉണ്ട്, നല്ലൊരു സ്ഥലമാണത്. അതുപോലെ തന്നെ ഗൈസ് ഞാൻ പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് അവിടെ എല്ലാം ഗൈസ്, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് എല്ലാം ഗൈസ്. ഗൈസ് നമ്മുടെ സ്റ്റോറേജ് ബേസിലോട്ട് ചെല്ലാം ഗൈസ്. നൈസായിട്ട് നേരെ ചെല്ലാം കേട്ടോ. നമുക്കപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നൈസായിട്ടൊരു ബേസ് സെറ്റ് ചെയ്യലാണ്. പിന്നെ നമുക്ക് പറഞ്ഞോണെങ്കിൽ എൻ്റെ എല്ലാവരുടെയും സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഞാൻ കിങ് ഓഫ് ഐസാണ്. പിന്നെ എൻ്റെ അനിയത്തി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഈ കോഴ്സിനെയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അതിനുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ നല്ലൊരു ബേസൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് മരമൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. നൈസായിട്ടൊരു സ്പേസ് ആക്കണം. പിന്നെ എൻ്റെ പുതിയ സ്കിന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ, നൈസല്ലേ ഗൈസ്. ഞാൻ കിങ് ഓഫ് ഐസ് ആയതുകൊണ്ട് കണ്ണൊക്കെ വൈറ്റാക്കി കിട്ടിക്കാച്ച് സ്കിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നൈസായിട്ടുള്ള സ്കിന്നാണ്. പിന്നെ ബാക്കിൽ എന്നൊക്കെ എഴുതി നൈസായിട്ടുള്ള കിട്ടിക്കാച്ച് സ്കിൻ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഇറങ്ങി പോവാട്ടോ. നമുക്ക് വീട്ടിൽ പോയി അത്യാവശ്യം സാധനമൊക്കെ എടുത്ത് ഇതൊക്കെ ഇങ്ങ് പൊളിച്ച് മാറ്റിയൊക്കെട്ടാ. എന്നിട്ട് നൈസായിട്ട് നമുക്കൊരു വീടെന്ന് പറഞ്ഞ സാധനം. ഓ ഗൈസ് അതെന്തൊരു സൗണ്ടൊക്കെ കേൾക്കണമല്ലോ. ഓക്കെ, നമുക്കൊരു വീടങ്ങ് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം ഗൈസ് നമുക്ക് മൈനൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലാസ് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് സാധനമുണ്ട്. സോ നമുക്ക് ഗ്ലാസ്സിൻ്റെ അധികം തന്നെ ആവശ്യമില്ല ഗൈസ്. കാരണം നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഗൈസ്, ഇതെല്ലാം കൊണ്ട് ഐസാണ് നൈസല്ലേ. നൈസാണ്. സോ ഗൈസ് നമുക്ക് എണ്ണയിലൊക്കെ ഇട്ട് കത്തിക്കാനായിട്ട് ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ ഐസ് കത്തിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കെന്തെങ്കിലും കോള് കഴിഞ്ഞ വട്ടം ഞാൻ മൈനല്ല ഗൈസ്. അവിടെ നിന്നൊരു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു മൗണ്ടാണ്. അവിടെ പോയി ഞാൻ നൈസായിട്ട് ഇച്ചിരി പത്തി എല്ലാം പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഇന്നത്തെ വേസ്റ്റ് നൈസല്ലേ ഗൈസ്. സോ ഗൈസ് അതവിടെ ഇങ്ങനെ ആവട്ടെ. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഞാൻ വീടുണ്ടാക്കാൻ പോവുകയാണ്. സോ ഞാൻ ഇവിടെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഫുഡ് എടുക്കാം. പിന്നെ ഈ ഐസൊക്കെ ഇങ്ങ് മാറ്റാട്ടോ. നമുക്ക് ഐസ് ഇരുന്നോട്ടെ, കാരണം നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ റാറ്റൊക്കെ ഇങ്ങ് മാറ്റി വെച്ചേക്കാട്ടോ. ഫുഡല്ലേ, അതുകൊണ്ട് ഇത് വരുന്നോട്ടെ. ഓക്കെ ഗൈസ്, അപ്പം
അത്യാവശ്യമായിട്ടുണ്ട്. സ്റ്റോൺ എടുത്തേക്കാട്ടോ. നമുക്കിപ്പം എവിടെയാണ് ഞാൻ വീടുണ്ടാക്കാൻ പോകുന്നത് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അടുത്തത് ഞാൻ കാണിച്ചു തരാം വീട് ഉണ്ടാക്കിയതിന് ശേഷമാണ്. സോ ഇവിടെയാണ് നമ്മൾ സ്റ്റോറേജ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ എല്ലാം കാണുന്ന രീതിയിൽ ഈ നാട്ടുകായിട്ടൊരു നൈസായിട്ടൊരു പാലസം കിട്ടിയല്ലോ ഇവിടെ ആയിട്ട്. നൈസായിരിക്കത്തില്ലേ? അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു പാലസ് അല്ല, എനിക്ക് പറ്റുന്ന പോലൊരു വീടുണ്ടാക്കിയതിന് ശേഷം ഗൈസ് ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ അങ്ങനെ അവസാനം നമ്മുടെ വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫുൾ സ്പൈഡറാട്ട കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റോറേജ് ഇവിടെ ആയിരുന്നു. അത് നമ്മൾ മിക്കവാറും ഒന്ന് പൊട്ടിച്ച് കളയാം, കാരണം നമ്മുടെ വീട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതൊക്കെ കണ്ടോ ഗൈസ്, നല്ല രസമില്ലേ? ഓ നൈസ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീട് അങ്ങോട്ട് കാണിക്കാം. 3, 2, 1 ഗോ. ഗൈസ് വലിയ ഇതൊന്നും വേണ്ട, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇതെങ്ങനെയുണ്ട് ഗൈസ് വീട്? ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഗൈസ്. നൈസായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ ഒറ്റയ്ക്ക് പറയും നൈസാണ് ഗൈസ്. നിങ്ങളങ്ങനെ കമൻറ്റ് ചെയ്യുക ഗൈസ്, നല്ല വീടാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട്. വലിയ പാലസൊക്കെ ഉണ്ടാക്കണം എന്നായിരുന്നു ഗൈസ്, പക്ഷേ ഇപ്പോൾ ഫുൾ ഐസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് പൊട്ടിച്ചാലും നമ്മുടെ ഇൻവെൻ്ററി കയറുകയാണ് ഗൈസ്. വീണ്ടും ഞാൻ കാക്കാനൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകും ഗൈസ്. ഇതാണ് നമ്മുടെ മേൽവശം. ഇവിടെ എല്ലാം സെറ്റ് ചെയ്യണം ഗൈസ്. ഇനി പിന്നെ ഇവിടെ ഒരു ചെറിയ ഇത് ബാൽക്കണി ഫുൾ സംതിങ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കൊബ്ബാണ് ഗൈസ്. താഴെ വന്നു കഴിഞ്ഞാൽ ദാണ്ട് ഇവിടെ ഇങ്ങനെ ഇത്തരം സ്ഥലങ്ങളപ്പോൾ ഉണ്ട്, അവിടെ ഒരു അത്രയുള്ള ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ വീട്. അപ്പം നൈസായിട്ട് നമ്മൾ ഇത്തിരി ഉണ്ടാക്കിയതാണ് ഇന്നത്തേക്ക്. അപ്പോൾ ഇന്ന് ബാക്കിയൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ. സബ്സ്ക്രൈബ്.